ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏച്ചീസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. രാജീവും അർച്ചനയും കൂടി ചേർന്ന് ഇപ്പോൾ ആതിരയെ കനകാംബരത്തിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുകയാണ്. ആ ഹോട്ടൽ റൂമിലെത്തി ഇപ്പോൾ രാജീവ് പോലീസുകാരുമായി വന്ന് കനകാംബരത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അങ്ങനെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നല്ല പോലെ ഇപ്പോൾ രാജീവ് കനകാംബരത്തിനെ കൈകാര്യം ചെയ്തിരിക്കുകയാണ്. നിന്റെ പിന്നിൽ ആരാണുള്ളത് എന്ന് രാജീവ് ചോദിക്കുമ്പോൾ കനകാംബരൻ ഒന്ന് മടിക്കുന്നുണ്ട് പറയാൻ. എന്നാൽ വീണ്ടും പിടിച്ചിട്ട് തല്ലുകയാണിപ്പോൾ കനകാംബരനെ രാജീവ്. അങ്ങനെ ഇപ്പോൾ പേടിച്ച് കനകാംബരൻ പറയുന്നുണ്ട്, സാറേ ഞാൻ എല്ലാം പറയാം, എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് ആ അവന്തികയാണ്. ഇത് കേട്ട് ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് രാജീവ്. അവന്തികയോ എന്നിങ്ങനെ വീണ്ടും എടുത്ത് ചോദിക്കുന്നുണ്ട് രാജീവ്. അതെ, അവന്തിക മാഡം പറഞ്ഞിട്ടാണ് സാറേ ഞാൻ ഇതൊക്കെ ചെയ്തത്. അങ്ങനെ ഇപ്പോൾ അവന്തിക കനകാംബരത്തിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ രാജീവിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് കനകാംബരൻ. സച്ചിയുടെ വീടിൻ്റെ അടിവേര് ഇളക്കാനായിരുന്നു അവരുടെ പ്ലാൻ എന്ന് കനകാംബരൻ പറയുന്നു. ഇത് കേട്ട് ഒന്നും കൂടി അടിക്കുകയാണ്, ദേഷ്യത്തോടെ തന്നെ കനകാംബരനെ അടിക്കുകയാണ് രാജീവ്. ശേഷം കാണിക്കുന്നത് ആതിരയാണ്. ആതിര ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെയധികം സങ്കടത്തോടെ തന്നെയാണ് ആതിര വന്ന് നിൽക്കുന്നത്. ഈ സമയം അമ്മുക്കുട്ടി വന്ന് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഇത്ര താമസിച്ചത് എന്ന്. അമ്മയ്ക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു എന്ന് ആതിര പറയുന്നു. ഇപ്പോൾ അവിടേക്ക് അനഘയും സ്നേഹയും കമലയും വരുന്നു. കൊള്ളാം, സമയം എത്രയായി, നീ ഇപ്പോഴാണോ വരുന്നത് എന്ന് കമല ചോദിക്കുന്നു. നീ എന്തെങ്കിലും കഴിച്ചോ എന്ന് വീണ്ടും കമല ചോദിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട് ഇല്ല എന്ന്. നീ എത്ര ലേറ്റ് ആയാലും നീ വന്നിട്ട് കഴിക്കൂ എന്നാണ് എല്ലാവരും പറയുന്നത്. പിള്ളേർക്ക് വിശന്നത് കൊണ്ട് അവർ കഴിച്ചു, ഞങ്ങൾ ആരും കഴിച്ചിട്ടില്ല. നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് കമല പറയുന്നു. ഈ സമയം സച്ചി എവിടേക്ക് വരുന്നു. നീ വന്നോ എന്ന് ആതിരയോട് ചോദിക്കുന്നു. നീ വേഗം തന്നെ പോയി ഫ്രഷായി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ, നമുക്ക് കഴിക്കാം, ഇനിയും എനിക്ക് വിശന്നിരിക്കാൻ വയ്യ എന്നും പറയുന്നുണ്ട് സച്ചി. അങ്ങനെ ഇപ്പോൾ ആതിര അവിടെ നിന്ന് പോകുന്നു. ബാക്കി എല്ലാവരും അവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞതിന് ശേഷം പോകുന്നുണ്ട്. എന്നാൽ അനഘ മാത്രം അവിടെ നിൽക്കുന്നു. അനഘയ്ക്ക് ആതിരയുടെ മുഖം കണ്ടിട്ട് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. തുടർന്ന് കാണിക്കുന്നത് അവന്തികയാണ്. അവന്തിക ഇപ്പോൾ രാജീവ് വിളിച്ചിരിക്കുകയാണ്. ഇത് കണ്ട് അവന്തിക പറയുന്നുണ്ട്, മൂർത്തി തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. മൂർത്തിയോട് പറയുന്നു, ആ രാജീവാണ് വിളിക്കുന്നത് എന്ന്. ഉടനെ മൂർത്തി പറയുന്നുണ്ട്, ആ കനകാംബരത്തിനെ അയാൾ ഇടിച്ചു പിഴിഞ്ഞ് എല്ലാം പറയിച്ച് കാണും, അതിൻ്റെ തിളപ്പിലായിരിക്കും ഈ വിളി. മേഡം എന്തായാലും ഫോൺ എടുത്തു, ഒന്നും അറിയാത്തതും പോലെ സംസാരിക്കുകയെന്ന് മൂർത്തി പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവന്തിക ഫോൺ എടുത്ത് സംസാരിക്കുകയാണ്. ഹലോ, എന്താണ് പതിവില്ലാത്തൊരു ഫോൺ കോൾ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ അവന്തിക ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ വരണം എന്ന് രാജീവ് പറയുന്നുണ്ട്. ഞാനെന്തിനു വരണം എന്ന് അവന്തിക ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ ഒരു വിഷമവുമില്ല, പക്ഷേ ഞാൻ വരുമ്പോൾ ആ കയ്യിലൊരു വിലങ്ങ് കൂടി കാണും. എന്നെക്കൊണ്ടത് ചെയ്യിപ്പിക്കണോ? 1 മണിക്കൂർ സമയം ഞാൻ തരും, അതിനകം വന്നില്ല എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരും. എന്താ അത് മതിയോ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, വേണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം എന്ന്. എന്താ മേഡം എന്ന് മൂർത്തി അവന്തികയോട് ചോദിക്കുന്നു. പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് ചെല്ലണം, ഇല്ലെങ്കിൽ അവൻ കൈവിലങ്ങുമായി ഇവിടേക്ക് വരുമെന്ന് എന്ന് അവന്തിക ഇപ്പോൾ മൂർത്തിയോട് പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ ഇപ്പോൾ അർച്ചന അവിടേക്ക് എത്തിയിട്ടുണ്ട്. പർദ്ദ ധരിച്ച് തന്നെയാണ് അർച്ചന അവിടെ എത്തിയിരിക്കുന്നത്. ഇതിന് പിന്നിൽ അവന്തിക തന്നെയാണ് എന്നുള്ളത് രാജീവ് ഇപ്പോൾ അർച്ചനയോട് പറഞ്ഞിരിക്കുകയാണ്. ഇത് കേട്ട് അർച്ചന ഒന്ന് ഞെട്ടുന്നുണ്ട്. അവളുടെ ശത്രു ഞാനല്ലേ, പിന്നെന്തിനാ അവളെൻ്റെ അനിയത്തിയെ എന്നിങ്ങനെ അർച്ചന പറയുമ്പോൾ ഇത് കേട്ട് രാജീവ് പറയുന്നുണ്ട്, അവൾ ആ കുടുംബത്തെ മൊത്തവും തീർക്കാനുള്ള അവന്തികയുടെ പദ്ധതി മാത്രമല്ല, ആദ്യം സന്ദീപ് പിന്നെ ആതിര. ഇത് ട്രാപ്പാണ്, സച്ചിയുമായിട്ടുള്ള കേസ് തോറ്റുപോകുമെന്ന് അവന്തിക്ക് നല്ല പേടിയുണ്ട്. അവസാന നിമിഷം ആതിരയെ ട്രാപ്പിലാക്കി കൂടെ നിർത്താം എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഇതിനു പിന്നിലുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. അതിൻ്റെ സത്യം എന്താണെന്ന് അവന്തികയിൽ നിന്നും അറിയണം. അവന്തികയെ ഞാൻ വിളിപ്പിച്ചിട്ടുണ്ട് എന്നും രാജീവ് ഇപ്പോൾ അർച്ചനയോട് പറയുന്നു. അങ്ങനെ ഇപ്പോൾ അവന്തിക പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അവന്തിക മൂർത്തിയോട് പറയുന്നുണ്ടോ, മൂർത്തി കാറിൽ തന്നെ ഇരുന്നാൽ മതി, ഇങ്ങോട്ടേക്ക് അകത്തേക്ക് വരണ്ട എന്ന്. അങ്ങനെ മൂർത്തി കാറിലിരിക്കുകയും അവന്തിക അകത്തേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ അവന്തിക വന്നിറങ്ങുന്നത് അർച്ചന അകത്തു നിന്നും കാണുന്നു. അങ്ങനെ ആ പർദ്ദയുടെ മുഖം ആ ഒരു മൂടി ഇട്ട് വീണ്ടും മുഖം മറയ്ക്കുന്നുണ്ട് അർച്ചന. അങ്ങനെ അവന്തിക അകത്തേക്ക് കയറുന്നുണ്ട്. കൂടെ തന്നെ അർച്ചന പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. എന്നാൽ പർദ്ദയിട്ട് പോകുന്ന ആ അർച്ചനയും അവന്തികയ്ക്ക് മനസ്സിലാകുന്നില്ല, അവന്തിക ശ്രദ്ധിക്കുന്നതുമില്ല. അങ്ങനെ കനകാംബരൻ ഇപ്പോൾ രാജീവിനോട് പറയുന്നുണ്ട്, എന്നെ രക്ഷിക്കണം, ഇതെങ്ങാനും പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ എല്ലാവരും വെറുക്കും, എൻ്റെ ഭാര്യ, മക്കൾ, സഹോദരങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കനകാംബരൻ. സാറിന് എന്ത് വേണമെങ്കിലും എന്നെ ചെയ്തോളൂ എന്നൊക്കെ കനകാംബരൻ പറയുന്നു. എല്ലാവരും ഉണ്ടായിട്ടാണോ നീ ഈ ചെറ്റത്തരം കാണിച്ചത്? നിന്നെപ്പോലെ തന്നെ എല്ലാവർക്കും കുടുംബമില്ലേ, പിന്നെ നീ നശിപ്പിക്കാൻ നോക്കിയ ആ പെൺകുട്ടിക്കും ഇതുപോലെ തന്നെ ഒരു കുടുംബവും മാനവും എല്ലാം ഉണ്ട്.
സ്വന്തം കുടുംബത്തിനും സമൂഹത്തിനും മുന്നിലും ആകെ നാണം കെട്ട് നീ ആത്മഹത്യ ചെയ്യണം. അതാണ് നിനക്കുള്ള ശിക്ഷ എന്ന് രാജീവ് ഇപ്പോൾ പറയുന്നു. ഈ സമയം അവന്തിക ഇപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. വരണം വരണം, അവന്തിക മാഡം വന്ന് ഇരുന്നോളൂ എന്നൊക്കെ രാജീവ് പറയുന്നു. ഇരിക്കാനല്ല ഞാൻ വന്നത്, എന്നെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് പറഞ്ഞാൽ മതി എന്ന് അവന്തിക രാജീവിനോട് പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, എൻ്റെ ദേഹത്ത് ഈ യൂണിഫോം കയറിയിട്ട് 10-15 കൊല്ലമായി. ആരെ എപ്പോൾ എങ്ങനെ കൊണ്ടുവരണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് രാജീവ് പറയുമ്പോൾ നിങ്ങളുടെ ഹീറോയിസം കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് അവന്തികയും പറയുന്നു. അതിനല്ല ഞാൻ മാഡത്തിനെ വിളിപ്പിച്ചത്, ഇവനെ മാഡത്തിന് അറിയാമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് രാജീവ് കനകാംബരനെ കാണിച്ചു കൊടുത്ത്. എനിക്കറിയില്ല, ആരാണ് ഇയാൾ എന്ന് അവന്തികയും ചോദിക്കുന്നു. ഇത് കേട്ട് മേഡം എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് കനകാംബരൻ. ഉടനെ രാജീവ് കനകാംബരനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ നേരത്തെ പറഞ്ഞത്? നിന്റെ മേഡം വന്ന് നിന്നെ രക്ഷിക്കുമെന്നല്ലേ? ഇപ്പോൾ എന്തായി? ഇവർക്ക് നിന്നെ അറിയത്ത് പോലുമില്ല എന്ന് പറഞ്ഞിട്ട് രാജീവ് അവന്തികയോട് പറയുന്നുണ്ട്, മേഡം ഒരു ചിട്ടി കമ്പനിയുടെ ഉടമയായി ഇവൻ്റെ ഓഫീസിലെ ഒരു സ്റ്റാഫിനെ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് രാജീവ് പറയുമ്പോൾ ഇത് കേട്ട് അവന്തിക ചോദിക്കുന്നുണ്ട്, അതിന് ഞാൻ എന്ത് വേണമെന്ന്. ഉടനെ രാജീവ് പറയുന്നു, ഇവനെ ഞങ്ങൾ ആ ഹോട്ടലിൽ നിന്നാണ് പൊക്കിയത്. ചോദ്യം ചെയ്തപ്പോൾ ഇവൻ പറയുന്നത് മേഡം ആവശ്യപ്പെട്ടിട്ടാണ് ഇവൻ ആ പെൺകുട്ടിയോട് അങ്ങനെ ചെയ്തതെന്നാണ്. അത് സത്യമാണോ എന്ന് രാജീവ് ചോദിക്കുന്നു. ഉടനെ അവന്തിക പറയുന്നുണ്ട്, അസംബന്ധം. ഏതോ ഒരുത്തിനെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് എൻ്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് അവന്തിക പറയുമ്പോൾ രാജീവ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ മാഡത്തിന് ഇയാളെ ഒരു പരിചയമില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? ഇല്ലെന്ന് പറഞ്ഞില്ലേ എന്ന് അവന്തിക പറയുമ്പോൾ രാജീവ് ചോദിക്കുന്നുണ്ട്, ഇത് ഒരു പേപ്പർ കാണിച്ചിട്ട് പറയുന്നു, ഇത് മാഡത്തിൻ്റെ നമ്പർ, ഇത് ഇവൻ്റെ നമ്പർ. കഴിഞ്ഞ ഒരു മാസം ഏകദേശം 17 തവണ ഇവൻ്റെ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഏതാണ്ട് അത്രയും തവണ തന്നെ ഇവനും തിരിച്ച് വിളിച്ചിട്ടുണ്ട്. എന്തിനായിരുന്നു എന്ന് രാജീവ് ചോദിക്കും. ഉടനെ അവന്തിക ഇത് കേട്ട് പറയുന്നുണ്ട്, അതിങ്ങനെ എനിക്കറിയാം. ഏതോ ഒരു ചിട്ടിക്കമ്പനിയിൽ നിന്നും ഫിക്സഡ് ഡെപ്പോസിറ്റ് വേണമെന്ന് പറഞ്ഞ് പലരും വിളിക്കാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇയാളും വിളിച്ചതായിരിക്കും. പിന്നെ എൻ്റെ ഫോണിൻ്റെ സ്റ്റാഫുകളും ഉപയോഗിക്കാറുണ്ട്, അവരാരെങ്കിലും വിളിച്ചതായിരിക്കും എന്നും അവന്തിക പറയുന്നു. എന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്തോ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് അവന്തിക പറയുന്നു. ഇയാളെ മാഡത്തിന് ഒരു പരിചയവുമില്ല എന്ന് ഒന്നുകൂടി ഇല്ല എന്ന് രാജീവ് വീണ്ടും ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് എത്ര തവണ പറയണം, തെളിവ് എന്ന് അവന്തിക പറയുന്നു. ഇതല്ലാതെ സാറിന് വേറൊന്നും പറയാനില്ലല്ലോ എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട്. ഉടനെ രാജീവ് ഇപ്പോൾ കനകാംബരനോട് പറയുന്നുണ്ട്, പറഞ്ഞത് കേട്ടല്ലോ, ഇനി നീ നാണക്കേട് കാരണം ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ കനകാംബരൻ ഇപ്പോൾ അവന്തികയോട് ചോദിക്കുന്നുണ്ട്, മാഡം പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത്, എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറയുന്നു. ഉടനെ അവന്തിക പറയുന്നുണ്ട്, മിണ്ടിപ്പോകരുത്, എനിക്ക് നിന്നെ അറിയില്ല. എനിക്കെതിരെ നിനക്ക് നീ ഇങ്ങനെ പറയാൻ വേണ്ടി ഈ സാറ് നിനക്ക് എത്ര ലക്ഷം രൂപ ഓഫർ ചെയ്തു? പലരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങി എന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയാലുണ്ടല്ലോ, നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്നും പറയുന്നുണ്ട് അവന്തിക. സാരമില്ല മാഡം, ഇപ്പോൾ പൊയ്ക്കോളൂ, വേണ്ടപ്പോൾ ഞാൻ വിളിച്ചോളാം എന്ന് രാജീവ് അവന്തികയോട് പറയുന്നു. അങ്ങനെ ഇപ്പോൾ അവന്തിക കനകാംബരനെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്നും പോവുകയാണ്. ഇതെല്ലാം തന്നെ അർച്ചന പുറത്തു നിന്ന് കാണുന്നുണ്ടായിരുന്നു. അർച്ചന അവന്തികയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവന്തിക ഇപ്പോൾ പെട്ടെന്ന് തന്നെ കാറിൽ ചെന്ന് കയറുന്നുണ്ട്. എല്ലാം നിഷേധിച്ചിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ നീ പൊയ്ക്കോ, പക്ഷേ എൻ്റെ അനിയത്തെ തൊട്ട് കളിച്ചതിന് നീ അനുഭവിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അർച്ചന. ശേഷം രാജീവ് പറഞ്ഞ കാര്യം ഇങ്ങനെ ഓർക്കുകയാണ് അർച്ചന. ഇപ്പോൾ അവന്തികയെ കൊടുക്കാൻ ഒരു കാര്യമേ ഉള്ളൂ, അനിരുദ്ധനെ കൊന്ന കേസ്. അതിൽ ഞാൻ അവളെ കൊടുക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ തെളിവ് കാണിച്ചു കൊടുക്കുകയാണ്. അനിരുദ്ധനെ വെടിവെച്ച് കൊല്ലുന്ന ആ ഒരു ദൃശ്യമായിരുന്നു അത്. ഇതിനപ്പുറം കോടതിക്ക് മറ്റൊരു തെളിവും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് രാജീവ്. ഇത് ധാരാളം മതി എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഈ ഒരു കാരണം കൊണ്ട് മാത്രം ദിനംബരിശാകുന്നവളല്ല അവന്തിക. പണം കൊണ്ട് ആരെയും വിലയ്ക്ക് വാങ്ങാൻ അവൾക്ക് സാധിക്കും. അത്ര എളുപ്പത്തിൽ ഒരു പോലീസ് വണ്ടിയിൽ കയറി സുഖിച്ചു പോകാൻ ഞാൻ അവളെ സമ്മതിക്കില്ല. ഞാനും എൻ്റെ കുടുംബവും അനുഭവിച്ച വേദനയുടെ 100 ഇരട്ടി ഞാൻ അവളെ കൊണ്ട് അനുഭവിപ്പിക്കും. കുറ്റവാളികൾക്കും ജയിൽവാസം ഒരു സുഖവാസ കേന്ദ്രമാണ്. അവൾ ജയിലിൽ എത്തുന്നതിന് മുന്നേ തന്നെ അനുഭവിക്കാനുള്ളത് മുഴുവനും ഞാൻ അവളെ കൊണ്ട് അനുഭവിപ്പിക്കും. നരകത്തിൽ നിന്നും നരകത്തിലേക്ക് തന്നെ ഞാൻ അവളെ അയക്കും. അതിനുള്ള വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അവന്തികയ്ക്ക് ഞാൻ തന്നെ ആ ഒരു അനുഭവം കൊടുക്കും എന്നൊക്കെ അർച്ചന ഇങ്ങനെ പറയുന്നു. അങ്ങനെ ഇതൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ അർച്ചന. ശേഷം കാണിക്കുന്നത് അവന്തികയാണ്. അവന്തിക ഇപ്പോൾ രാജീവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഈ സമയമാണ് അർച്ചന ഇപ്പോൾ അവിടേക്ക് എത്തിയിരിക്കുന്നത്. എന്തുപറ്റി? എന്താ ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നത്? എന്തിനാ എന്നെ കണ്ണും വീഴ്ചിങ്ങനെ നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അർച്ചന ചോദിക്കുമ്പോൾ അവന്തിക പെട്ടെന്ന് തന്നെ ഒരു ഞെട്ടലോടെ അർച്ചന ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു.
സാധാരണ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്ന ആളാണല്ലോ. സാധാരണ സന്തോഷത്തോടെ ഇരിക്കുന്ന ആളാണല്ലോ. ഇപ്പോൾ എന്താ എന്തോ കണ്ട് പേടിച്ചതുപോലെ വല്ല ദുസ്വപ്നവും കണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അർച്ചന. ഞാൻ സ്വപ്നം കണ്ട കാര്യം സമൃദ്ധി എങ്ങനെ അറിഞ്ഞു എന്ന് അവന്തിക ചോദിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സ്വപ്നം കണ്ടതാണല്ലേ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അർച്ചന ഇപ്പോൾ അവന്തികയുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ആട്ടെ എന്താ കണ്ടത് എന്നിങ്ങനെ അർച്ചന ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, അതൊന്നും പറയാതിരിക്കുന്ന അഭേദം. ദുസ്വപ്നം മാത്രമല്ല, നാലുപാടെയും ഓരോരോ പ്രശ്നങ്ങളൊക്കെയാണ്. ഒരു സമാധാനം കിട്ടുന്നില്ല, സമയം മോശമാണെന്ന് തോന്നുന്നു എന്നൊക്കെ അവന്തിക പറയുന്നുണ്ട്. ചെയ്തു കൂട്ടിയതിൻ്റെ പാപം അനുഭവിക്കാതെ നിനക്ക് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാൻ സാധിക്കില്ലല്ലോ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് അർച്ചന. എന്നിട്ട് അർച്ചന ഇപ്പോൾ അവന്തികയോട് പറയുന്നുണ്ട്, ഇങ്ങനെ ഓരോന്ന് വരുമ്പോഴാണ് നമുക്ക് ഓരോരോ വിശ്വാസം വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം മൂർത്തി ഇപ്പോൾ അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ വലിയ ദൈവവിശ്വാസമൊന്നും എനിക്കില്ല എന്ന് വെച്ച് ദൈവനിഷേധവുമില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും വഴിപാട് നടത്തിയാൽ ഇത് മാറുമോ എന്നിങ്ങനെ അർച്ചനയോട് ചോദിക്കുന്നുണ്ട് അവന്തിക. അതങ്ങനെ വെറുതെ വഴിപാട് നടത്തിയാലൊന്നും മാറില്ല. യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്തി അതിൻ്റെ മാർഗം കണ്ടെത്തണം. നല്ലൊരു ജ്യോത്സ്യനെ കണ്ടെത്തിയേ പറ്റൂ എന്നൊക്കെ അർച്ചന പറയുമ്പോൾ, ജ്യോത്സ്യന്മാർ പകുതിയിലേറെയും തട്ടിപ്പാണ് എന്ന് അവന്തിക പറയുന്നു. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ അവന്തിക പറയുമ്പോൾ ഇത് കേട്ട് അർച്ചന പറയുന്നുണ്ട്, എന്നെ വിശ്വസിക്കാമെങ്കിൽ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്. ഇത് കേട്ട് മൂർത്തി പറയുന്നുണ്ട്, പരിചയമുള്ളവരെ കാണുന്നതാണ് നല്ലത് എന്ന്. അദ്ദേഹം പറയുന്നത് പോലെ ചെയ്താൽ നല്ലതാണ് എന്ന് പറയുന്നുണ്ട് അർച്ചന. അങ്ങനെ അവന്തിക വിളിക്കാനായി പറയുന്നു. അങ്ങനെ ഫോൺ എടുത്ത് വിളിക്കാനായി അർച്ചന അവിടേക്ക് മാറുന്ന സമയം മൂർത്തി ചോദിക്കുന്നുണ്ട്, ഇവളെ വിശ്വസിക്കാമോ, പഴയ ശത്രുവാണ് എന്ന് ചോദിക്കുമ്പോൾ, എന്തായാലും ജോത്സ്യനെ കാണാം, പിന്നെ ഓർമ്മകളില്ലാത്ത ഇവളെ സംശയിക്കേണ്ട കാര്യമില്ല എന്ന് അവന്തിക പറയുന്നുണ്ട്. അദ്ദേഹം നാളെ വരും എന്ന് അർച്ചന വന്ന് പറയുമ്പോൾ, എന്തായാലും ജോത്സ്യൻ വരട്ടെ എന്നിട്ട് നോക്കാം എന്ന് അവന്തികയും പറയുന്നു. ശേഷം കാണിക്കുന്ന പിറ്റേ ദിവസമായിട്ടുണ്ട്. അർച്ചന ഇങ്ങനെ രാവിലെ തിടുക്കപ്പെട്ട് എവിടെയോ പോകാനായി തയ്യാറെടുക്കുന്നുണ്ട്. ഇത് കണ്ട് ഗൂഗിൾ ചോദിക്കുന്നുണ്ട്, താനിത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. എനിക്കൊന്ന് പുറത്തേക്ക് പോകണം, കുറച്ച് സാധനങ്ങൾ വാങ്ങാനാണ് എന്ന് അർച്ചന പറയുന്നുണ്ട്. ഉടനെ ഗൂഗിൾ പറയുന്നുണ്ട്, അതെന്തിനാ എന്നോട് പറയാതിരിക്കുന്നത്, മോൾക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ എനിക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ, നമുക്ക് ഒരുമിച്ച് പോയി വാങ്ങാം, ഒരു 2 മിനിറ്റ് ഞാൻ റെഡിയാകാം എന്നൊക്കെ ഗൂഗിൾ പറയുന്നു. ഉടനെ അർച്ചന പറയുന്നുണ്ട്, അത് വേണ്ട ഗൂഗിൾ, എനിക്ക് വേറെയും 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്, പിന്നെ ഒന്ന് അമ്പലത്തിലേക്കും പോകേണ്ടി വരും എന്നൊക്കെ അർച്ചന പറയുന്നു. ഗൂഗിൾ ഇറങ്ങിയാൽ ഒരുപാട് ലേറ്റാകും, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇപ്പോൾ തിടുക്കപ്പെട്ട് അർച്ചന ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പോൾ ശിശിര പറഞ്ഞ കാര്യമാണ് ഗൂഗിൾ ആലോചിക്കുന്നത്. ഇന്നായിരുന്നു അർച്ചനയുടെ അച്ഛൻ്റെ ആണ്ട്. അങ്ങനെ അവിടെയുള്ളവരെല്ലാം തന്നെ ആണ്ടിന് വേണ്ടിയിട്ട് ചടങ്ങുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടുമുറ്റത്ത് വെച്ചായിരുന്നു ചടങ്ങുകളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. ആതിരയാണ് ചടങ്ങുകൾ ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ പർദ്ദ അണിഞ്ഞ് ആയിഷയായി വന്നിരിക്കുകയാണ് അർച്ചന. അങ്ങനെ ഇപ്പോൾ ചടങ്ങ് നടക്കുന്ന അവിടേക്ക് നോക്കുകയാണ് അർച്ചന. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.